ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ബിജു. ഞാൻ ചേപ്പറമ്പിൽ നിന്ന് വരുന്നു. ഒരു 6 മാസമായിട്ട് എനിക്കൊരു സർജറി കഴിഞ്ഞിരിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ കുറേ ഹോസ്പിറ്റലിൽ അവിടെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇൻഫെക്ഷനാണ്, അത് സ്കാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂർ യൂറോളജി ഹോസ്പിറ്റലിൽ, അങ്ങനെ AKG ഹോസ്പിറ്റലിൽ, അങ്ങനെ 3-4 ഹോസ്പിറ്റലിൽ പോയി. അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് മാറുന്നില്ല. ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഈശോയുടെ സ്നേഹവും സമാധാനം എന്നിൽ വന്ന് നിറയുന്ന ഒരു 500 പ്രാവശ്യം പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം ഞാൻ വെല്ലൂർ ഒരു ഹോസ്പിറ്റൽ കിട്ടി. ഇത് കുറയാത്തപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരൻ മുഖാന്തരം ഒരു നമ്പർ കിട്ടി. അങ്ങനെ ഒരു അച്ഛനെ കിട്ടി. അച്ഛനെ വിളിച്ച് അങ്ങനെ അവിടെ പോയി. അവിടെ അച്ഛൻ പറഞ്ഞു പോയിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോകുന്നതിൽ ഇപ്പം ഇവിടെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ പോയി വെല്ലൂരിൽ നിന്ന് ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ അളിയനും എൻ്റെ ഭാര്യയും അടക്കം ഞങ്ങൾ 5 പേരാണ് പോയത്. ഒരാഴ്ച അവിടെ വന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്തു. സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർ 2 പേരും കൂടി സ്കാൻ ചെയ്തിട്ട് ഒന്നും തിരിയുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ എപ്പോഴും ഒരു ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് കൈ പിടിച്ച് ഞാൻ പറഞ്ഞു ഈശോയെ ഒരു കല്ലായിട്ട് അത് കാണിച്ചു തരണം, അത് അത് മരുന്ന് കഴിച്ച് മാറുകയും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർ കുറേ സമയം ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് അത് കിട്ടുകയും ചെയ്തു. എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇന്ന് പറ്റിയാൽ നാളെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നെഫ്രോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു യൂറോളജി ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു 5 mm പൈപ്പിനുള്ളിൽ ഒരു 15 mm കല്ല് വന്ന് ലെഫ്റ്റ് കിഡ്നിയുടെ അടിയിൽ ബ്ലോക്കായിരിക്കുകയാണ്, അതാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി, അതുകൊണ്ട് ഇപ്പം നടക്കുമല്ലോ, വീട്ടിൽ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് പറഞ്ഞു അച്ഛ സാക്ഷ്യം പറയട്ടെ, കണ്ടു കല്ലാണ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇപ്പം പറയണ്ട, അത് പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛനോട് പറഞ്ഞു ഈശോയുടെ സ്നേഹവും സമാധാനം എന്നിൽ വന്ന് നിറയുന്നു എന്നൊരു 1000 പ്രാവശ്യം പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. അപ്പോൾ എനിക്കിത് കോട്ടയം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു സഹകരണ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് കല്ല് തന്നെ പോയോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ സ്കാൻ ചെയ്യണോ, ഇല്ലെങ്കിൽ അവിടെ പൊടിച്ച് കളയുന്ന ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി. ഇപ്പോൾ ഡോക്ടർ ഞങ്ങളെ സ്കാൻ ചെയ്ത് കാണിച്ചു തന്നു. അന്നേരം ഡോക്ടർ 800 രൂപയുടെ മരുന്ന് വന്നിട്ട് പറഞ്ഞു ഈ മരുന്ന് കഴിച്ചാൽ മതി പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. ആ മരുന്ന് കഴിച്ചില്ല. കഴിക്കാണ്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഈ മരുന്ന് കഴിക്കുന്നില്ല, ഞങ്ങൾ കോട്ടയം പോയിട്ട് വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന അന്ന് പള്ളിയിൽ പോയി. രാവിലെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു ഓടി കല്ല് പോയെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, പോകൂലെന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞു. വലിയൊരു ഡോക്ടർ മാത്രം ഉറപ്പ് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ അന്നും രാവിലെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും എല്ലാം ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ കണ്ണൂർ യൂറോളജി ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. കരമടിച്ച് കർത്താവിന് പ്രിയപ്പെട്ടവരെ 2 സാക്ഷ്യങ്ങളാണ്. ഒന്ന് മോനെ അച്ഛൻ പറഞ്ഞോളെ ഇനിയുണ്ടോ? അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കല്ല് കണ്ട ഡോക്ടറുടെ അടുത്ത് തന്നെ ഒന്നുകൂടെ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഡോക്ടറുടെ അടുത്ത് വീണ്ടും അവിടെ പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു കല്ല് മരുന്ന് കഴിച്ചോ? ഞാൻ പറഞ്ഞു മരുന്ന് ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ല, കല്ല് കാണുന്നില്ല എന്ന് ഡോക്ടറിനോട് പറഞ്ഞു. കല്ല് പോയി. ഇത്രയും അനുഗ്രഹം തന്ന ആവിലാമ്മയ്ക്കും ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, ബിജുവിന് 2 നിയോഗങ്ങളായിരുന്നു. ആദ്യം ഈ വലിയ വേദന എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് കണ്ടുപിടിക്കാനുള്ള കൃപ കിട്ടണമെന്നാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു പ്രാർത്ഥിച്ചു. നമ്മളുടെ ട്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 mm. അതിനകത്താണ് 15 mm വലിപ്പമുള്ള ഈ കല്ല് വന്ന് ഇരിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചത്. ഈ 6ന്റെ ഉള്ളിൽ കൂടെ 15 കടന്നു പോവില്ല, അതാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്ന് പ്രാർത്ഥിച്ചു. മനുഷ്യന് അസാധ്യമായത് കർത്താവ് ചെയ്തു കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം ഈശോയേ.